أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فإذا فرغت فانصب وإلى ربك فارغب. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറ ഇൻഷിറാഹിലെ 8-9 വചനങ്ങളാണ് കേട്ടത്. അർത്ഥം: അതിനാൽ നീ ഒഴിവായാൽ പരിശ്രമിക്കുക, നീ നിന്റെ നാഥനിലേക്ക് തന്നെ പൂർണ്ണ ഹൃദയത്തോടെ ശ്രദ്ധ തിരിച്ച് ആഗ്രഹം പ്രകടിപ്പിക്കുക. ഈ ആയത്തുകളെ വിശദീകരിച്ചുകൊണ്ട് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു അൻഹു പറഞ്ഞതിൽ നിന്നാണ് കേൾപ്പിക്കുന്നത്. ഇതിൽ അള്ളാഹു പറയുന്നത്, നീ ഫാരിഗായാൽ അഥവാ നീ ഒഴിവായാൽ പരിശ്രമിക്കുക. ഫറാഗത്ത് അഥവാ ഫാരിഗാവുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ട് ദൂരീകരിക്കപ്പെടുക എന്നും പ്രവർത്തനം അവസാനിച്ചു എന്നുമാണ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ പരിശ്രമത്തിന്റെയും പ്രയത്നത്തിന്റെയും ഫലമായി സംഭവിക്കുന്ന കാര്യമാണ് ഫറാഗത്ത് എന്ന അവസ്ഥ. എന്നാൽ അള്ളാഹു പറയുന്നത്, ആ അവസ്ഥ കൈവന്നാൽ നീ പരിശ്രമിക്കുക. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഇസ്ലാമിൻ്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അനന്തമായ ലക്ഷ്യത്തിൻ്റെയും വിശാലമായ കർമ്മ മേഖലയെക്കുറിച്ചുമുള്ള സൂചനയാണ് ഇതിൽ ഉള്ളത്. ലക്ഷ്യസ്ഥാനത്ത് എത്തി ഫ്രീ ആവുന്ന അവസ്ഥ ഉണ്ടാവുകയില്ല. ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ അതിനെ തരണം ചെയ്യുകയും പിന്നീട് അടുത്ത ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിച്ച് മുന്നോട്ട് പോകേണ്ടതായി വരുന്നു. അതായത് ഏതെങ്കിലും ഒരു സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞാൽ ഇതാ ഞങ്ങൾ അവസാനത്തെ ആ സ്ഥാനത്ത് എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് പറയുന്ന ഒരു സ്ഥാനം ഉണ്ടാവുകയില്ല. മറിച്ച് എല്ലാ സ്ഥാനത്ത് എത്തിച്ചേരുമ്പോഴും അടുത്ത മറ്റൊരു കവാടം നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടുന്നതാണ്. അള്ളാഹു പറയുന്നത്, നിങ്ങളെ വിജയിപ്പിക്കുന്നതാണ് എന്ന് തീർച്ചയായും നാം നിങ്ങളോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ദൂരീകരിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ വിജയം കൈവരിച്ചതിന് ശേഷം, വിജയം കരസ്ഥമാക്കിയതിന് ശേഷം ഞങ്ങളുടെ പ്രവർത്തനം അവസാനിച്ചിരിക്കുന്നു എന്ന് പറയാൻ പാടുള്ളതല്ല. മറിച്ച് എല്ലാ വിജയങ്ങൾക്ക് ശേഷവും പുതിയ വിഷമഘട്ടങ്ങൾ മുമ്പിലേക്ക് വരുന്നതാണ്. ആത്മീയ ലോകത്ത് ഇങ്ങനെയാണ്. പുതിയ പുതിയ ബുദ്ധിമുട്ടുകൾ വന്നുകൊണ്ടേയിരിക്കും. അതിനെയെല്ലാം തരണം ചെയ്ത് മുന്നേറേണ്ടതാണ്. ശൈത്താന്റെ ആക്രമണം എപ്പോഴും ഒരേ രീതിയിലായിരിക്കും എന്ന് നിങ്ങൾ കരുതരുത്. അതിനെ പരാജയപ്പെടുത്താൻ ഒരേ ഒരു രീതി മാത്രം മതിയായിരിക്കും എന്നും കരുതരുത്. മറിച്ച് ശൈത്താന്റെ ആക്രമണം വിവിധ തരത്തിലാണ് ഉള്ളത്. അത് വിജ്ഞാനപരമായ രീതിയിലും കർമ്മങ്ങളുടെ രൂപത്തിലും ചിന്തകളുടെ രൂപത്തിലും രാഷ്ട്രീയപരമായ നിലയിലും സാമ്പത്തിക രൂപത്തിലും അങ്ങനെ എല്ലാ രീതിയിലും ആക്രമണം ഉണ്ടാകുന്നു. അതിനെയെല്ലാം ആ നിലയിൽ തന്നെ നേരിട്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ സാമീപ്യം കരസ്ഥമാക്കുന്നതിന് വേണ്ടി മുന്നേറുക. അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് വരെ മുന്നേറിക്കൊണ്ടിരിക്കുക. അവനുമായി കണ്ടുമുട്ടുന്ന മാർഗത്തിൽ മറ്റെവിടെയും നിന്നു പോകരുത്. വ ഇലാ റബ്ബിക ഫർഗബ് എന്നതിൽ അക്കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത സൂറത്തു തീൻ ആണ്. ഭൂരിപക്ഷ അഭിപ്രായം ഈ സൂറത്ത് മക്കയിൽ അവതരിച്ചതാണ് എന്നാണ്. ഖുർത്തുബി ഇമാം ഈ സൂറത്ത് മദീനയിൽ അവതരിച്ചതാണെന്ന ഹദ്റത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു നിവേദനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇബ്നുൽ ഫരീസ്, നഹാസ്, ബൈഹഖി ഇമാം എന്നിവർ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ തന്നെ ഒരു നിവേദനം, ഉൻസിലത്ത് സൂറത്തു തീൻ ബി മക്ക, അതായത് സൂറ തീൻ മക്കയിലാണ് അവതരിച്ചത് എന്ന നിവേദനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ രണ്ടാമത്തെ നിവേദനം ഖുർത്തുബി ഇമാമിന്റെ നിവേദനത്തെ റദ്ദ് ചെയ്യുന്നു. ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാഗത്തു നിന്നുള്ള നിവേദനവും ഈ സൂറത്ത് മക്കയിൽ അവതരിച്ചതാണ് എന്നതാണ്. അബ്ദുല്ലാഹിബ്നു സുബൈർ അതേപോലെ മറ്റു പല പണ്ഡിതന്മാരും ഈ സൂറത്ത് മക്കയിൽ അവതരിച്ചതാണ് എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ബുഖാരി, മുസ്ലിം, അബൂദാവൂദ്, ഇബ്നു മാജ എന്നീ ഹദീസ് ഗ്രന്ഥങ്ങളിൽ ബറാ ഇബ്നു ആസിബ് ഇപ്രകാരം ഒരു നിവേദനം രേഖപ്പെടുത്തിയതായി കാണാം. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയിൽ
ഇശ നമസ്കരിപ്പിച്ചു. അതിന്റെ ആദ്യ 2 റക്അത്തിലെ ഒന്നിൽ വത്തീനി വസൈത്തൂൻ എന്ന സൂറത്ത് പാരായണം ചെയ്യുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കാളും മനോഹരമായി വിശുദ്ധ ഖുർആൻ മറ്റാരും പാരായണം ചെയ്യുന്നതായി ഞാൻ കേട്ടിട്ടില്ല. മറ്റൊരു നിവേദനത്തിൽ ഇശ എന്നതിനു പകരം മഗ്രിബ് എന്ന് കാണാം. ബാക്കി ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.